നമസ്കാരം. പ്രപഞ്ചത്തിലെ ഓരോന്നിലും പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. പോസിറ്റീവായ ഊർജം നൽകുന്ന വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട് എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം വന്നു ചേരാം. നേരെ മറിച്ച് നെഗറ്റീവായ വസ്തുക്കളാണ് എങ്കിൽ നെഗറ്റീവായ ഊർജമാണ്, അത്തരം കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. വീട്ടിൽ പോസിറ്റീവായ ഊർജം നിറയ്ക്കുവാൻ പല വാസ്തു വിദ്യകളുമുണ്ട്. അത്തരത്തിൽ ഒന്നാണ് കറ്റാർ വാഴ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം പ്രദാനം നൽകുന്നതായ ഒന്നാണ് കറ്റാർ വാഴ. ശുഭസൂചകമായ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് കറ്റാർ വാഴ. ആരോഗ്യത്തിനും ചർമ്മ മുടി സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഏറെ നല്ലതുമാണ്. പോസിറ്റീവായ ഊർജം നൽകുന്ന ചെടി കൂടിയാണ് ഇത്. പ്രത്യേക പരിപാലനം ആവശ്യമില്ലാതെ തന്നെ ഈ സസ്യം വേണ്ട രീതിയിൽ വളർത്തിയാൽ പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വന്നു ചേരും. നമ്മുടെ വീട്ടിലും ജീവിതത്തിലേക്കും ഉയർച്ചയാണ് വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കറ്റാർ വാഴ ഈ പരാമർശിക്കുന്ന ഇടത്ത് വയ്ക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക. വീടുകളിൽ പോസിറ്റീവായ എനർജി നിറയ്ക്കുവാൻ കഴിയുന്ന സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് കറ്റാർ വാഴ. വീട്ടിൽ കറ്റാർ വാഴ ഒരു പ്രത്യേക രീതിയിൽ വയ്ക്കുന്നത് ആ വീടുകളിൽ വാസ്തുപ്രകാരം വളരെയധികം ഐശ്വര്യവും ഉയർച്ചയും കൊണ്ടുവരും എന്നാണ് പറയുക. അതിനാൽ കറ്റാർ വാഴയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മുള്ളുള്ള ചെടികൾ സാധാരണ വീടുകളിൽ വയ്ക്കരുത് എന്നാണ് പറയുക. എന്നാൽ കറ്റാർ വാഴ പോലുള്ളവ ഗുണം മാത്രമേ നിങ്ങൾക്ക് നൽകൂ. അതിനാൽ വീടുകളിൽ വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുവാൻ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇത് വച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇത് ആപത്തുകളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുവാൻ സഹായകരമാണ്. അതിനാൽ തീർച്ചയായും ഈശാനകോൺ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്ക് മൂലയിൽ തന്നെ വച്ച് പിടിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഇപ്രകാരം ചെയ്യുന്നത് സർവ ഐശ്വര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എത്ര തന്നെ പ്രശ്നങ്ങളിലാണ് എങ്കിൽ പോലും ക്രമേണ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കുറയ്ക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ഇത് കിഴക്ക് ദിശയിൽ വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ ദിക്കിൽ വയ്ക്കുന്നത് അതീവ ശുഭകരം തന്നെയാക്കുന്നു. കറ്റാർ വാഴ വച്ചു പിടിപ്പിച്ചിട്ട് അത് വളരുന്നില്ല എങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ദോഷമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. പല ആവർത്തി നിങ്ങൾ ശ്രമിക്കുകയും എന്നാൽ പല ആവർത്തിയായി കറ്റാർ വാഴ പിടിക്കാത്തതായ സാഹചര്യം അല്ലെങ്കിൽ പിടിച്ചു വരാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഭൂമിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ അർത്ഥമാക്കാം. ശംഖുപുഷ്പം വളരുന്നില്ല എങ്കിൽ പോലും വച്ചു പിടിപ്പിച്ചിട്ട് വളരുന്നില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ പരാമർശിക്കാവുന്നതുമാണ്. അതായത് ആ ഭൂമിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രധാന വാതിലിന് നേരെ ഇവ ഒരിക്കലും വയ്ക്കരുത്. കറ്റാർ വാഴ ഇപ്രകാരം വയ്ക്കുന്നത് ആ വീടുകൾക്ക് ദോഷകരമായി തീരും. അതിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി ഇവ വയ്ക്കുക. അത് അത്രമേൽ ശുഭകരമായ ഫലങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും. ഇതിലൂടെ നെഗറ്റീവായ ഊർജത്തെ പൂർണ്ണമായും തടഞ്ഞു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ കാര്യങ്ങൾ
ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ചൈനീസ് വിശ്വാസ പ്രമാണമായ ഫെങ്ഷൂയി രീതി അനുസരിച്ചും വളരെയധികം പ്രാധാന്യം ഈ ചെടിക്കുണ്ട്. ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് കറ്റാർ വാഴ. അതായത് ഈ ചെടി വീടിനുള്ളിൽ വളർത്തിയാൽ വിവിധ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്നാണ് ആചാര്യന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. മോശപ്പെട്ടതായ ഊർജത്തെ, നെഗറ്റീവായ ഊർജത്തെ കറ്റാർ വാഴയ്ക്ക് വലിച്ചെടുക്കുവാൻ സാധിക്കുകയും വീട്ടിലുള്ളവർക്ക് പോസിറ്റീവായ ഊർജം നൽകുവാൻ സാധിക്കുന്ന ചെടി കൂടിയാണ് കറ്റാർ വാഴ. വീടിനുള്ളിൽ മലിനമായ വായു ഉണ്ട് എങ്കിൽ അത് മാറ്റി ശുദ്ധമാക്കുവാനും കറ്റാർ വാഴ സഹായകരമാണ് എന്നും പരാമർശമുണ്ട്. വീടിന്റെ പരിസരത്ത് നടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ചെടി കിഴക്ക് ദിക്കിലോ അല്ലെങ്കിൽ വടക്ക് ദിക്കിലോ നടുന്നതും ഉത്തമം തന്നെയാകുന്നു. ശുഭകരമായ ഫലങ്ങൾ കൂടുതലായി നൽകും എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കറ്റാർ വാഴ നിങ്ങളുടെ വീടുകളിൽ പൂവിടുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ആ വീടുകളിൽ പല രീതിയിലും അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആരോഗ്യം, സമ്പത്ത്, ഐശ്വര്യം എന്നീ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാൻ പോകുന്നു. ആരോഗ്യം ഇരട്ടിക്കുക, സാമ്പത്തികമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരിക, ഐശ്വര്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ലക്ഷ്മി വാസമുണ്ട് എങ്കിൽ തീർച്ചയായും കറ്റാർ വാഴ ശരിയായ രീതിയിൽ ആ വീടുകളിൽ വളരുന്നതുമാണ്. അതിനാൽ കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. എന്നാൽ കറ്റാർ വാഴ നിങ്ങളുടെ വീടുകളിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട്. കറ്റാർ വാഴ വളർത്തുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ദോഷമായി ഭവിക്കും. ഒരിക്കലും അഴയുടെ അടുത്തായി കറ്റാർ വാഴ വരാൻ പാടുള്ളതല്ല, ശുഭകരമല്ല എന്ന് തന്നെ അർത്ഥമാക്കാം. അഴയിൽ നിന്നും ഇറ്റു വീഴുന്ന ജലം അത് കറ്റാർ വാഴയിൽ പതിക്കുന്നത് ശുഭകരമല്ല. മറ്റൊരു കാര്യം, മലിനജലം വരുന്നതായ സ്ഥലത്ത് ഒരിക്കലും കറ്റാർ വാഴ നടരുത് എന്നാണ് പറയുക. അത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതല്ല. കറ്റാർ വാഴയുടെ അടുത്ത് മലിനമായ വസ്തുക്കൾ അടിച്ച് കൂട്ടിയിടുന്നതും കൂടാതെ ഈ ഭാഗത്തായി തീയിടുന്നതും ശുഭകരമല്ല. കറ്റാർ വാഴയുടെ തൊട്ടടുത്തായി തന്നെ ഇപ്രകാരം തീയിടുന്നതും ശുഭമല്ല എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ മുള്ളുള്ള ചെടികൾ, മറ്റു മുള്ളുള്ള ചെടികൾ കറ്റാർ വാഴയ്ക്ക് അടുത്തായി വരുന്നതും കള്ളിച്ചെടികൾക്കിടയിൽ കറ്റാർ വാഴ വരുന്നതും ശുഭകരമായ കാര്യങ്ങളല്ല. അതിനാൽ ഈ കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകുക.